ഇതൊരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഇൻട്രോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് വെറുതെ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ എടുത്തതാണ്. അന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു വീട്ടിൽ. അപ്പം അതൊക്കെ എടുത്തേക്കുന്ന ഉണ്ടാക്കുന്നതൊക്കെ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. പിന്നെ എൻ്റെ കയ്യിൽ അന്ന് ആവശ്യത്തിന് പച്ചക്കറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു എഗ് ബിരിയാണിയിലേക്ക് പോയതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ എഗ് ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. രാവിലെ ശരിക്കും ഒരു ധൃതിയാണല്ലോ, അമ്മമാർക്കറിയാം. കുഞ്ഞുങ്ങളെ വിടണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, അവരെ വിടുക ചെയ്യാം. അപ്പോൾ എഗ് ബിരിയാണിക്ക് ഞാൻ എടുത്തേക്കുന്ന വലിയൊരു സംഭവമൊന്നും അല്ല കേട്ടോ. കുറച്ച് നമ്മുടെ ഓനിയൻ ഉണ്ട്, പിന്നെ തക്കാളി, ഒരു പച്ചമുളകും ക്യാരറ്റും എൻ്റെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ്, എൻ്റെ എന്താ പറയുക, കാർഡമം അങ്ങനെയുള്ള വളരെ ചെറിയ സ്പൈസസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് എണ്ണയ്ക്കകത്ത് നല്ലപോലെ വഴറ്റിയിട്ട് അതിലൊരു ഒരു ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റി ക്യാരറ്റും ഇട്ട് തക്കാളി ഇട്ട് അതൊന്ന് വേഗം വെക്കണേ. ജസ്റ്റ് ഒന്ന് അടച്ച് മൂടി ഒന്ന് വേഗം വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെന്താ ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണം, നല്ലപോലെ ഒന്ന് പച്ചമണം മാറിയിട്ട് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലാണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഉപയോഗിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഉപയോഗിക്കും, മുഴുവനായിട്ട് നമ്മൾ അല്ലാണ്ടിടില്ലേ, അതിനൊക്കെ അതിൻ്റെ വഴറ്റുന്നതിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് കുറച്ച് നേരം വഴറ്റും. പക്ഷേ മറ്റേതാണെങ്കിൽ കുറച്ച് നേരം അധികം നേരം വഴറ്റേണ്ടി വരും. പിന്നെ വേറെ ഒന്നുമില്ല, നേരത്തെ ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വേണ്ടി ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേന് പുഴുങ്ങി വെച്ച് മുട്ട ഇടുക, ഒന്ന് സോട്ട് ചെയ്യുക, അതും ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിൻ്റെ ഒരു അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചോറിട്ട് നല്ലപോലെ ഇളക്കി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ, കിസ്മിസ് ഒന്ന് എണ്ണയിലല്ലോ, നെയ്യിൽ നല്ലപോലെ വഴറ്റി അതും താളിച്ചെടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൂടി വെച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഇതായിട്ടുണ്ട്, ലഞ്ച് കിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പിന്നെ വന്ന് വാങ്ങിയിട്ട് പോകുമായിരുന്നു കേട്ടോ, രാവിലെ അവൻ കൊണ്ടുപോയില്ല. അപ്പം പിന്നെ വന്ന് വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്തത്. അപ്പോൾ പാവട്ടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് പറഞ്ഞത് പറഞ്ഞാലും അതനുസരിച്ച് പിന്നെ വന്ന് എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ പറയാം. അടുത്ത സ്കൂള്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ടാറ്റ. പിന്നെ കുറച്ച് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസിൻ്റെ, അപ്പം ബെല്ലൈക്കണും കൂടെ നമ്മൾ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരുടെയും സപ്പോർട്ടും വേണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. ഇതിക്കൂട്ടെ ഇപ്പം നമ്മുടെ ബിരിയാണി ഇതിക്കൂട്ടെ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ഇതിക്കൂട്ടെ പറയടി വേണ്ടേ, ഉറക്കത്തിൽ നിന്ന് 12:30 എഴുന്നേറ്റത് പറ, കഴിച്ചത് നല്ലത് പറയടി. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല എഗ് ബിരിയാണി ആയിരുന്നു എന്ന് പറ. അല്ലെങ്കിൽ രാത്രി ചോറ് വരും. എനിക്ക് ചോറൊന്നും വേണം. നല്ല എഗ് ബിരിയാണി ആയിരുന്നല്ലോ, അടിപൊളി, സൂപ്പറാണ്. അമ്മ എൻ്റെ കൈ വേദനെടുക്കുന്നത്. അപ്പം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് പറയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്.